ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ഇൻ മണാലിയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ഓൾറെഡി ഹഡിംബ ടെമ്പിളും ക്ലബ് ഹൗസും കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോളങ് വാലിയും അട്ടൽ ടണലുമാണ്. അപ്പോൾ അതിന് വേണ്ടി രാവിലെ നേരത്തെ കുളിച്ച് റെഡിയായി വണ്ടിയൊക്കെ എടുത്ത് നേരെ വന്നു. സോളങ് വാലി റോഡാണ്. ആ റൂട്ടിൽ തന്നെയാണ് നമുക്ക് അട്ടൽ ടണലും വരുന്നത്. ഫസ്റ്റ് സോളങ് വാലിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്തു. അവിടെ നിന്നൊരു ജീപ്പുണ്ട്. ജസ്റ്റ് കുറച്ച് ആളുകളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അവരെ എവിടെയാണോ പറയുന്നത് അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തരും. അവർ ചാർജ് ചെയ്തത് 100 രൂപയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ ജീപ്പിലൊക്കെ കയറി പോയി സോളങ് വാലിയിലെത്തി. ഇതാണ് സോളങ് വാലി. അപ്പം ഇതൊരു വണ്ടർലാൻഡ് ടൈപ്പാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസും അതുപോലെ ഫണ്ണും അഡ്വഞ്ചറസും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് കേട്ടോ. ഞാൻ പാക്കേജസ് ഒന്നും എടുക്കാണ്ടാണ് പോയത്. നമുക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ആരുടെയും ഹെൽപ്പില്ല, സ്വന്തമായിട്ട് നമ്മൾ ബസ് പിടിച്ചു. ഫ്ലൈറ്റിന് മാത്രമേ എനിക്ക് കുറച്ച് എക്സ്പെൻസ് ആയുള്ളൂ. ബസ് പിടിച്ചു. അതുപോലെ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തു. റൂമൊക്കെ ഇവിടെ മണാലിയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റെൻറ്റിന് വണ്ടി എടുത്തു. പിന്നെ നമ്മൾ ഓരോ സ്പോട്ട്സൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി. സമാധാനത്തിൽ വലിയ ടെൻഷനോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇതാണ് സോളങ് വാലി. അപ്പോൾ ഇത് താഴത്തൊരു സെഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. മണാലിയിൽ ഇപ്പോൾ പോകാൻ പറ്റിയ സെറ്റ് ക്ലൈമറ്റാണ് കേട്ടോ. എല്ലാവരും കാശ്മീരിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കാശ്മീരിനേക്കാൾ കൂടുതൽ ഇപ്പം മണാലിയാണ് പോകാൻ പറ്റിയ ക്ലൈമറ്റ്. കാശ്മീരിൽ ഓവർ കോൾഡാണ്. അപ്പം മണാലിയാണ് ഇപ്പം ക്ലൈമറ്റ് വൈസ് ആണെങ്കിലും അതുപോലെ അഡ്വഞ്ചറസ് വൈസ് ആണെങ്കിലും ആക്ടിവിറ്റീസ് വൈസ് ആണെങ്കിലും മണാലിയാണ് സെറ്റ്. അപ്പം ഞാൻ ഈ ഒരു ആക്ടിവിറ്റി കയറി കേട്ടോ, ഒരു ടയറിലൊക്കെ ഒരു സ്കിപ്പ് ചെയ്യുന്ന ടൈപ്പ്. അതിനുശേഷം നമുക്ക് വേറൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതായത് 750 ആണ് അതിന് വരുന്ന റേറ്റ്. അപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയപ്പം ഒരുപാട് സ്നോ ഉണ്ട് കേട്ടോ. ഇതാണ് അവിടുത്തെ വ്യൂ വരുന്നത്. അപ്പം ഞാൻ സ്നോമാനൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം അവിടെയൊക്കെ സെറ്റായിട്ടിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമുക്ക് ഓൾറെഡി സെൽഫി സ്റ്റിക്കും സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഉപകാരമായി. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ അവിടെയുള്ള ചേട്ടന്മാരെയും ചേച്ചിമാരെയും കൊണ്ടൊക്കെ എടുപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്നൊക്കെ വന്നു നല്ലൊരു കട്ടൻ ചായയും കുടിച്ചു. സെറ്റായി.